ടെലിഗ്രാം ബോട്ടിൻ്റെയൊക്കെ ട്രെൻഡ് കഴിഞ്ഞു. ഓൾറെഡി അറിയായിരിക്കും. ഇപ്പോൾ പിക്സിഫൈ വന്നു, നോട്ട് കോയിൻ ആയിരുന്നു ആദ്യം വന്ന് നല്ല രീതിയിൽ എല്ലാവർക്കും ഏണിങ് കൊടുത്തു. അപ്പോൾ അത് അറിഞ്ഞ ഉടനെ ഒരുപാട് ബോട്ടുകൾ, ഒരുപാട് സ്കാമാണ്. ചില പ്രോജക്റ്റുകളൊക്കെ ആളുകളെ പറ്റിക്കാനായിട്ട് വരും. ഇപ്പോൾ പിക്സിഫൈ പോലുള്ളതെന്ന് വെച്ചാൽ കുറേ ആളുകളെ പറ്റിച്ചു. എന്ന് വെച്ചാൽ ആ ഒരു 10% മാത്രമേ അവർക്ക് കൊടുക്കുകയുള്ളൂ. ഇപ്പോൾ പിന്നെ 90% അവരുടെ ഒരു ടൈമുണ്ട്, ആ ഒരു ടൈമിൽ കിട്ടും. അപ്പോൾ അത് തീർത്തും ഭയങ്കര ഒരു ചീറ്റിംഗ് എന്ന് പറയാം. എന്ന് വെച്ചാൽ ആളുകൾ അത്രയും ടൈം മെനക്കെടുത്തി, അല്ലെങ്കിൽ ഒരു 50%എങ്കിലും ആദ്യ ടൈമിൽ ക്ലെയിമിങ് കൊടുത്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പക്ഷേ ഇത് 10% എന്ന് പറയുമ്പോൾ തുച്ഛമായ ഒരു എമൗണ്ട് ആയിരിക്കും മിക്കവർക്കും കിട്ടുന്നത്. വലിയ ഇതുള്ളവർക്ക് മാക്സിമം ഒരു എമൗണ്ട് കിട്ടി അവരുടെ കാര്യം നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ബാക്കിയുള്ളവർ തുച്ഛമായ ഒരു എമൗണ്ട് ആണെങ്കിൽ അതിൽ 10% എന്ന് പറയുമ്പോൾ ഒന്നുമില്ല. അപ്പം അതിലൊരു കാര്യമില്ല. പിന്നെ എതേറിയം ആണെങ്കിൽ എതേറിയത്തിൻ്റെ ആ ഒരു ഗ്യാസ് ഫീ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു ചെയിനിലാണെങ്കിൽ ക്ലെയിം ചെയ്യുന്നത് അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ കൂടുതലൊന്നും നോക്കില്ല. അപ്പോൾ അതിൻ്റെ ഒരു സംഭവങ്ങൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതെന്ന് വെച്ചാൽ കമ്മ്യൂണിറ്റി ഗെയിമിംഗ് ആണ്. അപ്പോൾ ഇത് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആവശ്യമുള്ളവർ കയറുക. എന്ന് വെച്ചാൽ ഇത് നല്ല രീതിയിൽ എയർ ഡ്രോപ്പ് കിട്ടും. ഒരു ഗെയിമിംഗ് പ്രൊജക്റ്റാണ്. സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾ മാക്സിമം പോയിൻറ്റുകൾ കളക്ട് ചെയ്യുക, ഡെയിലി ഇപ്പോൾ സ്പിൻ ചെയ്യുക. പിന്നെ ഒരു 10,000 പോയിൻ്റ് ആകുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് ഓപ്പൺ ചെയ്യാം. പിന്നെ ഒരുപാട് കിസ്സുകളൊക്കെ ഉണ്ട്. അപ്പം ആ ഒരു കിസ്സുകളിലൊക്കെ പങ്കെടുത്ത് മാക്സിമം ഏൺ ചെയ്യാൻ നോക്കുക. പിന്നെ ഡിസ്കോഡോ അല്ലെങ്കിൽ എക്സ് അക്കൗണ്ടോ, അതായത് ട്വിറ്റർ അക്കൗണ്ടോ കണക്ട് ചെയ്യുക. അതിൽ ഒന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ അതുമായിട്ടുള്ള ബാക്കി കാര്യങ്ങൾ പിന്നെ ഫോളോ ചെയ്യുക. അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. എല്ലാം മാക്സിമം കിസ്സുകളൊക്കെ മാക്സിമം കളക്ട് ചെയ്യുക. ഡെയിലി നമ്മൾ മാക്സിമം നിങ്ങൾ ഈ ഒരു പോയിൻ്റ് നേടുക. ഡെയിലി സ്പിന്നെങ്കിലും കളിക്കുക. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് പോയിൻ്റ് നേടാൻ പറ്റും. ഇപ്പോൾ നമ്മൾ 85,391 മാക്സിമം ഒരു 50,000-നുള്ളിലെങ്കിലും നമ്മൾ റാങ്കിലെങ്കിലും എത്തുക. ഡെയിലി രാവിലെ ഒരു സ്പിന്നെങ്കിലും കളിക്കുക. ഇതുകൊണ്ട് ടാസ്കുകൾ ഏതെങ്കിലുമൊക്കെ ചോദ്യമൊക്കെ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഉത്തരങ്ങളൊക്കെ നമ്മൾ ഈ ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്ത് അങ്ങനെ ഒരു ഇതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയൊക്കെ മാക്സിമം ഒക്കെ ശ്രമിക്കുക. റഫർ ലിങ്ക് കൊടുത്തേക്കാം. ഇത് ഞാൻ നിർബന്ധിക്കുകയൊന്നുമല്ല, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കയറാം. ഞാൻ എന്തൊക്കെയായാലും ഇത് നോക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ടെലിഗ്രാമിൻ്റെ കാര്യങ്ങളെ അത് ബോട്ടുകളെല്ലാം ഇപ്പം ആ ഒരു ട്രെൻഡ് കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിൽ നോക്കേണ്ട കാര്യമില്ല. അപ്പം ഇത് നല്ലൊരു പ്രൊജക്റ്റാണ്. എയർ ഡ്രോപ്പ് കിട്ടിയാൽ നല്ലൊരു എമൗണ്ട് തന്നെ കിട്ടും. അപ്പം മാക്സിമം പോയിൻറ്റുകൾ നേടുക. ഒരു 1,00,000 പോയിൻറ്റ് കൂടുതലെങ്കിലും മാക്സിമം ഒപ്പിക്കാൻ നോക്കുക. എന്നിട്ട് പിന്നെ പതുക്കെ നോക്കിയാൽ മതി. 1,00,000 പോയിൻ്റെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു ക്രൈറ്റീരിയ കാണുമല്ലോ. ഒരു 50,000 പോയിൻറ്റ് കൂടുതലുള്ളവർക്കാണ് എയർ ഡ്രോപ്പ് എന്നൊക്കെ പറയുമായിരിക്കും. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഏൺ ചെയ്യാൻ നോക്കുക. ജസ്റ്റ് ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കമ്മ്യൂണിറ്റി ഗെയിമിങ്. അപ്പം വളരെ ഈസിയാണ്. നിങ്ങളൊന്ന് ജോയിൻ ചെയ്ത് നോക്കുക, മെയിൽ ID വെച്ച്. എന്നിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം ടാസ്കെല്ലാം ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.